Hello everyone, welcome to Quick Learn series by Nlearn. അപ്പം ഇന്ന് നമ്മൾ CSIR ലൈഫ് സയൻസിന്റെ 2023 ജൂലൈ മോർണിംഗ് ഷിഫ്റ്റിൽ സി പാർട്ടിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കിനും alleles capital A, small a, capital B and small b can be distinguished on the basis of their mobility on an agarose gel. These genes are present on the same chromosome. In the gel image below, the band pattern reflects the alleles in parents and their progeny. Number reflects the progeny counted. അപ്പം ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? പാരന്റിന്റെ അലീൽസിന്റെ ഡിസ്ട്രിബ്യൂഷനും അത് കണക്ക് തന്നെ പ്രോജനീസിലുള്ള അലീൽസിന്റെ ഡിസ്ട്രിബ്യൂഷനും ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ പാരന്റ്സ് എന്ന് പറയുമ്പോൾ P1 ആൻഡ് P2 ഉണ്ട്. പ്രോജനീസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു 4 പ്രോജനീസിന്റെ കൊടുത്തിട്ടുണ്ട്, ഓഫ്സ്പ്രിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മെയിൻ ആയിട്ട് ഫസ്റ്റ് നമുക്ക് എന്താ ആദ്യം ഒരു പാരന്റ്സിന്റെ ഏതൊക്കെ അവരുടെ അലീൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നമുക്ക് പ്രോജനീസിന്റെ നോക്കണം. അതിനു മുന്നേ നമുക്ക് പ്രോജനീസ് നോക്കുമ്പോഴത്തേക്കിനും ഇപ്പം പ്രോജനീസ് ഓഫ്സ്പ്രിങ്സിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും പാരന്റൽ ടൈപ്പ് ഏതാണെന്നും റീകോമിനന്റ് ടൈപ്പ് ഏതാണെന്നും നമുക്ക് ഈ നമ്പറിൽ നിന്ന് തന്നെ, അതായത് ഓഫ്സ്പ്രിങ്സിന്റെ നമ്പറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ മെയിൻ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് which one of the following statement correctly explain the band pattern? അതായത് ഈ ബാൻഡ് പാറ്റേണിനെ കറക്റ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും in the heterozygous parent the alleles are in coupling configuration. Second one, in the heterozygous parent the alleles are in repulsion configuration. Third one, the alleles A and B are in different linkage group. And the fourth one is the information is insufficient for a conclusion. അപ്പം നമുക്ക് ഇതിൽ നിന്നും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതായത് ഈ പാരന്റ്സിന്റെ അറേഞ്ച്മെന്റ്, അതായത് അലീൽസിന്റെ അറേഞ്ച്മെന്റ് ട്രാൻസ് ആണോ സിസ് ആണോ എന്നൊക്കെ അറിയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ഓപ്ഷൻസിനകത്ത് എന്താ കപ്ലിംഗ് കോൺഫിഗറേഷനും ഉണ്ട്, റിപ്പൾഷൻ കോൺഫിഗറേഷനും ഉണ്ട്. ഈ കപ്ലിംഗ് കോൺഫിഗറേഷനെയാണ് നമ്മൾ സിസ് എന്ന് പറയുന്നത്. അത് കണക്ക് തന്നെ റിപ്പൾഷൻ കോൺഫിഗറേഷനെയാണ് ട്രാൻസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സിസ് എന്നും ട്രാൻസ് എന്നും നോക്കാം. ഹിയർ സിസ് ആൻഡ് ട്രാൻസ് കോൺഫിഗറേഷൻ. ഫസ്റ്റ് വൺ നോക്കിക്കേ, സിസ് ഓർ കപ്ലിംഗ് കോൺഫിഗറേഷൻ. ഇപ്പം നമ്മൾ എന്താ ഒരു അറേഞ്ച്മെന്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു ക്രോമസോമിൽ തന്നെ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ഓപ്പോസിറ്റില് സ്മോൾ എയും സ്മോൾ ബിയും വന്നു കഴിഞ്ഞാൽ അതിനെയാണ് സിസ് ഓർ കപ്ലിംഗ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺഫിഗറേഷനകത്ത് അവിടുത്തെ പാരന്റൽ ടൈപ്പ് എന്ന് പറയുന്നത് നോക്കിയാൽ ക്രോമസോമിന്റെ മുകൾ സൈഡിൽ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ആണ് കാണുന്നത്, താഴെ സൈഡിൽ സ്മോൾ എയും സ്മോൾ ബിയും കാണും. അപ്പം എല്ലായ്പ്പോഴും എന്താ ഈ ക്യാപിറ്റൽ ഇവിടെ ലിങ്കേജ് അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താ ക്യാപിറ്റൽ എയും സ്മോൾ ബിയും കൂടെ ഒരുമിച്ച് പോകാം. അല്ലാത്ത പക്ഷം ക്രോസിംഗ് ഓവർ ഒന്നും നടക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഓൾവേസ് എന്താ ക്യാപിറ്റൽ ബിന്റെ കൂടെ മാത്രമായിരിക്കും അവര് ഓസ്പ്രിങ്ങിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, സിസ് അല്ലെങ്കിൽ കപ്ലിംഗ് കോൺഫിഗറേഷന്റെ കേസിൽ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി പാരന്റൽ ടൈപ്പ് ആണ്, സ്മോൾ എ സ്മോൾ ബി പാരന്റൽ ടൈപ്പ് ആണ്. റീകോമ്പിനന്റ് ടൈപ്പ് നോക്കുമ്പോഴത്തേക്കിനും ക്യാപിറ്റൽ എ സ്മോൾ ബി ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സ്മോൾ എ ക്യാപിറ്റൽ ബി ആണ് റീകോമ്പിനന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിസ് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ഒരു ക്രോമസോമിൽ, അതായത് ഡോമിനന്റ് ക്യാരക്ടർ കാണിക്കുന്നതെല്ലാം ഒരു ക്രോമസോമിൽ, റെസസീവ് ക്യാരക്ടർ കാണിക്കുന്നതെല്ലാം അടുത്ത ഒരു ക്രോമസോമിൽ കാണുന്നു. ഓക്കെ, ഇതാണ് സിസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ട്രാൻസ് ഓർ റിപ്പൾഷൻ കോൺഫിഗറേഷൻ. അപ്പം ട്രാൻസ് ഓർ റിപ്പൾഷൻ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ക്യാപിറ്റൽ എന്റെ കൂടെ സ്മോൾ ബി വരുന്നു, സ്മോൾ എന്റെ കൂടെ ക്യാപിറ്റൽ ബി വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അറേഞ്ച്മെന്റ്, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന അറേഞ്ച്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ക്യാപിറ്റൽ എ സ്മോൾ ബി സ്മോൾ ഇ ക്യാപിറ്റൽ ബി. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് അല്ലെങ്കിൽ ട്രാൻസിന്റെ കേസിൽ
പാരന്റൽ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ സ്മോൾ ബി സ്മോൾ എ ക്യാപിറ്റൽ ബി ആണ് പാരന്റൽ ടൈപ്പ് എന്ന് പറയുന്നത്. റീകോമ്പിനന്റ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കിനോ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ എ സ്മോൾ ബി. ഓക്കെ, അപ്പൊ എങ്ങനെയാ വന്നേ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ട്രാൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഡോമിനന്റ് ക്യാരക്ടേഴ്സ് ഓപ്പോസിറ്റ് വരുന്നു, റെസസീവ് ക്യാരക്ടേഴ്സ് ഓപ്പോസിറ്റ് വരുന്നു. സിസിന്റെ കേസിൽ ഡോമിനന്റ് ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുന്നു, റെസസീവ് ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ഒരു പാറ്റേൺ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അഗ്രോസ് ജെല്ലിലൂടെ റൺ ചെയ്യിച്ചപ്പോഴുള്ള ആ ഒരു പാറ്റേൺ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഇത് ഏത് കോൺഫിഗറേഷൻ ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് കപ്ലിംഗ് അല്ലെങ്കിൽ സിസ് കോൺഫിഗറേഷൻ ആണോന്നുണ്ട്, റിപ്പൾഷൻ കോൺഫിഗറേഷൻ ആണോന്നും ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഓരോ പാരന്റ്സിനകത്തും ഏതൊക്കെ അലീൽസ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത് നോക്കാം. ഈ ഒരു ബാൻഡിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഇമേജിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. P1 പാരന്റില് ക്യാപിറ്റൽ എന്റെ അടുത്ത് ഒരു ബാൻഡും ക്യാപിറ്റൽ ബിന്റെ അടുത്ത് ഒരു ബാൻഡും ഉണ്ട്. അതേ കണക്ക് തന്നെ സ്മോൾ എന്റെ അടുത്തും സ്മോൾ ബിന്റെ അടുത്തും ഓരോ ബാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് P1ന്റെ അലീൽ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഇ സ്മോൾ ഇ ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഓക്കെ, ഇനി P2 പാരന്റിന്റെ നോക്കുവാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ എന്റെ അടുത്ത് ബാൻഡ് ഉണ്ട്, ക്യാപിറ്റൽ ബിന്റെ അടുത്തും ബാൻഡ് ഉണ്ട്. സ്മോൾ എന്റെ അടുത്തും സ്മോൾ ബിന്റെ അടുത്തും ബാൻഡ് ഇല്ല. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ അലീൽസ് മനസ്സിലാക്കാം. ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി. ഇനി ഓസ്പ്രിങ്ങിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്കിനും പാരന്റൽ ടൈപ്പ്, ഇവിടെ പാരന്റൽ ടൈപ്പ് എങ്ങനെയാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് ഏതാണ് അതാണ് പാരന്റൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി കുറവ് നമ്പർ ഉള്ളത് ഏതാണോ അതാണ് റീകോമ്പിനന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് 75ഉം 80ഉം ഉള്ളതാണ് പാരന്റൽ ടൈപ്പ്, 22ഉം 16ഉം ഉള്ളതാണ് റീകോമ്പിനന്റ് ടൈപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് പാരന്റൽ ടൈപ്പിൽ തന്നെ 75 ഉള്ളതിന്റെ അലീൽസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി. ആ ബാൻഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി പാരന്റൽ ടൈപ്പ് 80 നമ്പർ ഉള്ളതിന്റെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി. ഇനി ഓസ്പ്രിങ്സ് റീകോമ്പിനന്റ് ഓസ്പ്രിങ്സിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി. അടുത്ത 16 നമ്പർ ഉള്ള റീകോമ്പിനന്റ് ടൈപ്പിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഓക്കെ, ഇനി നമുക്ക് സിസ് കോൺഫിഗറേഷനിൽ വെക്കുമ്പോഴാണോ അല്ലെങ്കിൽ ട്രാൻസ് കോൺഫിഗറേഷനിൽ പാരന്റിനെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കിനും ആണോ ഈ നമ്പേഴ്സ് കിട്ടുന്നത് നോക്കണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുണ്ട് ഹെറ്ററോസൈഗസ് പാരന്റിന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹിയർ നോക്കിക്ക് P1ന്റെ ജീനോടൈപ്പ് നോക്കിക്ക് ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി. P2ന്റെതോ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി. അപ്പൊ നമുക്ക് ഈ ജീനോടൈപ്പിൽ നിന്ന് തന്നെ നമുക്ക് എന്താ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. P1 ആണ് ഇവിടെ ഹെറ്ററോസൈഗസ് പാരന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹെറ്ററോസൈഗസ് പാരന്റിന്റെ കോൺഫിഗറേഷൻ ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ P1 ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി. P1 സിസ് കോൺഫിഗറേഷനിലാണെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓസ്പ്രിങ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, P1ന്റെ സിസ് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി, P2ന്റെ കോൺഫിഗറേഷൻ എഴുതി. ഇനി P1ൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബിയും സ്മോൾ എ സ്മോൾ ബിയും പാരലൽ ടൈപ്പ് ആയിട്ടും ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി റീകോമ്പിനന്റ് ടൈപ്പ് ആയിട്ട് കിട്ടും. അതിനെ നമുക്ക് P2ൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ഗാമീറ്റും ആയിട്ട് ക്രോസ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന പാരന്റൽ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ് പാരന്റൽ ഓസ്പ്രിങ്സ് എന്ന് പറയുന്നത്. റീകോമ്പിനന്റ് ഓസ്പ്രിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആൻഡ് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനില് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രൊജനേഷനകത്ത് പാരന്റൽ ടൈപ്പ് ഏതായിരുന്നു? ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബിയും ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ആണ് പാരന്റൽ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സിസ് കോൺഫിഗറേഷനിൽ കിട്ടിയ പാരന്റൽ ടൈപ്പ് അതാണോ? അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കിനും
നോക്കിയേ P1P നമുക്ക് പാരന്റിൽ വണ്ണിനെ ട്രാൻസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ കോൺഫിഗറേഷനിൽ അറേഞ്ച് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് ക്യാപിറ്റൽ എ സ്മോൾ ബി സ്മോൾ എ ക്യാപിറ്റൽ ബി എന്ന് വരുന്നു. അവിടുന്ന് വരുന്ന പാരന്റൽ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി. റീകോംബിനന്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഓക്കെ, ഇനി നമ്മൾ P2 പാരന്റൽ 2 ആയിട്ടുള്ള ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബിന്റെ ഗാമേറ്റ് ക്യാപിറ്റൽ ബിയുമായിട്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പാരലൽ ടൈപ്പ് ആയിട്ട് കിട്ടുന്നത് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആൻഡ് ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി. ഇനി റീകോംബിനന്റ് ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലുള്ള നമ്മുടെ ബാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിക്കേ, ഇവിടെ പാരലൽ ടൈപ്പ് ഏതാണോ അത് തന്നെയാണ് നമ്മുടെ ട്രാൻസ് കോൺഫിഗറേഷനിലകത്ത് പാരലൽ ടൈപ്പ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ റീകോംബിനന്റ് ഓഫ്സ്പ്രിങ്സിന് ഏതൊക്കെ ജിനോടൈപ്പ് ആണ് ആ സെയിം തന്നെയാണ് നമുക്ക് ട്രാൻസ് കോൺഫിഗറേഷൻ റീകോംബിനന്റ് ഓഫ്സ്പ്രിങ്സിന്റെ ജീനോടൈപ്പ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഇൻ ദ ഹെറ്ററോസൈഗസ് പാരന്റ് ദ അലീൽസ് ആർ ഇൻ റിപ്പൽഷൻ ഓർ ട്രാൻസ് കോൺഫിഗറേഷൻ. ഓക്കെ, അതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് നമുക്ക് രണ്ട് രീതിയിൽ അലീൽസിനെ ക്രോമസോമിൽ അറേഞ്ച് ചെയ്യാം. സിസ് എന്നും ട്രാൻസ് എന്നും അറേഞ്ച് ചെയ്യാം. സിസ് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കിനും ഡോമിനന്റ് ആയിട്ടുള്ളതെല്ലാം ഒരു ക്രോമസോമിലും റെസസീവ് ആയിട്ടുള്ളതെല്ലാം അടുത്ത ക്രോമസോമിലും വരും. ഇനി ട്രാൻസ് കോൺഫിഗറേഷൻ നോക്കുമ്പോഴത്തേക്കിനും ഓപ്പോസിറ്റ് ഡോമിനന്റ് ഓപ്പോസിറ്റ് വരുന്നു, റെസസീവ് ഓപ്പോസിറ്റ് വരുന്നു. ഈ ഒരു അറേഞ്ച്മെന്റ് വഴി നമ്മൾ ക്രോസിംഗ് ഓവർ നടത്തുമ്പോഴത്തേക്കിന് നമുക്ക് ഏതൊക്കെയാണോ പാരലൽ ടൈപ്പ് ആയിട്ട് കിട്ടുന്നത്, ഏതൊക്കെയാണോ റീകോംബിനന്റ് ടൈപ്പ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനെ നമ്മൾ എന്താ ഈ ബാൻഡുമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ കമ്പയർ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഹെറ്ററോസൈഗസ് പാരന്റ് എന്ന് പറയുന്നത് ട്രാൻസ് കോൺഫിഗറേഷൻ ആണ്. അങ്ങനെ ട്രാൻസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ കോൺഫിഗറേഷനിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ജീനോടൈപ്പ് ഉള്ള പാരലൽ ടൈപ്പിനെയും അതേ കണക്ക് തന്നെ റീകോംബിനന്റ് ടൈപ്പിനെയും കിട്ടുന്നത്. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇൻ ദ ഹെറ്ററോസൈഗസ് പാരന്റ് the alleles are in repulsion or trans configuration. Okay.